പുഴയിൽ നിന്ന് വരുന്നത് പോലുള്ള അവസ്ഥയാണ്. വടകരയിൽ ഹെവി റെയിനാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വടകരയിൽ ഹെവി റെയിനാണ്. അത്രയ്ക്കും വെള്ളം കയറി കിടക്കുകയാണ്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഏരിയയിൽ നിരവധി ബിൽഡിങ്ങുകളുടെ ഉള്ളിൽ, കടകൾക്കുള്ളിൽ വെള്ളം കയറിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോയിലേക്ക് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് കാണാം ബസ്സുകളൊക്കെ പുഴയിൽ നിന്ന് വരുന്നത് പോലുള്ള അവസ്ഥയാണ്. സ്ത്രീകളൊക്കെ ഈ പുഴ എങ്ങനെ നീന്തി അപ്പുറത്തേക്ക് കടക്കുമെന്നറിയാതെ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവരുടെ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതുവരെ ഇത്ര ഭീകരമായിട്ടുള്ളൊരു വെള്ളം കയറിയിട്ടില്ല. നമുക്ക് കാണാം ഇവിടെ ഉള്ളിലോളം തളം കെട്ടിയിരിക്കുകയാണ് വെള്ളം. ഇതുകൊണ്ടും തീരുന്ന ലക്ഷണമില്ല. കാരണം മഴ ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ വില്യാപ്പള്ളി ബസ് നിർത്തുന്ന സ്ഥലമാണ്. ശരിക്കും ഒരു പുഴയുടെ മുന്നിൽ എന്നുള്ളത് പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ രീതിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗതാഗതം തന്നെ സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് പുതിയ സ്റ്റാൻഡ് പരിസരം മാറാൻ പോവുകയാണ്. കാരണം മഴ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് നേരെ മുന്നിലുള്ളത്. നിരവധി കടകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. കടകളുടെ ഉള്ളിലേക്ക് ഇതുവരെ ഇത്രയും ഒരു ഹെവി റെയിൻ ബസ്സൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ്. ബോക്സൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട്. ഹായ്, വടകരയിലെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ കുഴിയൊക്കെ ഉണ്ട്. കുഴിയും റോഡും തോടും വെള്ളം ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് വെള്ളം പൊങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പല ഭാഗങ്ങളിലേക്കും ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വടകര മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹിയോട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം പുതിയ സ്റ്റാൻഡിൽ ഇപ്പം കച്ചവടം ചെയ്ത് 35 വർഷത്തോടെ 35 വർഷത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വെള്ളം കയറുന്നത്. അപ്പോൾ അതിലിപ്പം ആരെയും കുറ്റപ്പെടുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി 10 മണിക്ക് ഒരു 9 മണിക്ക് ശേഷം ചെയ്ത മഴ രാവിലെ വരെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വെള്ളം കയറിയത്. പക്ഷേ എനിക്കൊന്ന് 50-50ഓളം ഷോപ്പുകൾ വെള്ളം കയറിയിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ പിന്നെ ചില ഓടകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ട്. ചില ഓവുചാലിന് വെള്ളം പോകുന്നില്ല. അപ്പം അത് വെള്ളം പോകാത്ത വിഷയം മുനിസിപ്പൽ അധികാരി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് അന്നവർ ചെറിയ പരിഹാരം കണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും സംശയമുള്ള ചില ഓടകളിൽ വെള്ളം പോകാത്തത് കൊണ്ടും ഈ വെള്ളത്തിന് ഇത്ര രൂക്ഷമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഓട ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെള്ളം സുഖമായി പോകാനുള്ള സംവിധാനം ചെയ്യണമെന്ന് എനിക്ക് സംഘടന നിലക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് റോഡാണ്.
ചിലർക്ക് ഇത് ആഘോഷമാണ്. റോഡ് തോടായ അവസ്ഥയിലാണ്. വടകര ടൗണിൻ്റെ മധ്യഭാഗമാണിത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് തലശ്ശേരി ബസ്സൊക്കെ നിർത്തുന്ന ഏരിയയാണിത്. നിറയെ വെള്ളം കയറിയിരിക്കുകയാണ്. ഈ ഭാഗത്തോട്ടൊക്കെ വാഹനങ്ങൾ തന്നെ പോകാൻ പറ്റാത്തൊരു സ്ഥലമായി. കടകളിലേക്ക് വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥയാണത്. ലക്ഷക്കണക്കിന് രൂപ മുതലിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ നെഞ്ചിലെ തീയായിട്ടാണ് ഈ ഒരു വെള്ളം കയറി വരുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതൊരു പ്രകൃതി നിയമം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മോഹനേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കടയിലും പകുതിയിലേറെ വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. മോഹനേട്ടാ, എന്താ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ഏകദേശം ഒരു 30 വർഷത്തിൽ ഇടയ്ക്ക് രണ്ടാമതുള്ള ഒരു വെള്ളപ്പൊക്കമാണ്. കൊറോണൻ്റെ ഭാഗത്താണ് ആ സമയത്താണ് ഇത്രയും വെള്ളം കയറിയത്. അതിനുശേഷം ഇതേപോലെ വെള്ളം ഇതുവരെ കയറിയിട്ടില്ല. നമ്മളെ കടയിൽ ഏകദേശം സോഫയുടെ എല്ലാം മേലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇൻവെർട്ടർ, ബാറ്ററി എന്നിവ കണ്ട എല്ലാ സാധനവും വെള്ളത്തിലാണുള്ളത്. ഇനി ഇപ്പോൾ വീണ്ടും കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വടകര ടൗണിൽ പുതിയ സ്റ്റാൻഡ് മൊത്തത്തിൽ ഇപ്പം ഇങ്ങനെ വെള്ളം കയറി ആദ്യമായിട്ടാണ്. ഇതിപ്പം ബസ് സർവീസും എല്ലാം നിർത്തി വെച്ചിട്ട് എല്ലാം ഉള്ളത്. അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥയിലാണ്. നമുക്ക് പിന്നിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുടെ ഷട്ടറിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോടെ വെള്ളം കയറിയിരിക്കുകയാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ അതിനകത്ത് കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇൻവെർട്ടർ, ബാറ്ററി, മറ്റുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണുള്ളത്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ് കച്ചവടക്കാർക്ക് ഈ ഒരു വെള്ളപ്പൊക്കത്തോടെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കൂടെ പുതിയ ബസ് സ്റ്റാൻഡിലെ ജാനകി ബിൽഡിംഗ് ഓണർ നിതീഷ് കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നില്ല. ഇപ്പം മഴ ഞങ്ങളെ കടകളിലൊക്കെ വെള്ളം കയറി വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ വെള്ളം ഇറങ്ങിപ്പോകാമെന്നറിയില്ല. ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ്. ഇതിനിപ്പോൾ എല്ലാ കാലവും ഇതിങ്ങനെ തുടരാനാണ് സാധ്യത. കാരണം റോഡിൻ്റെ പണി നടക്കുന്നിടത്തോളം കാലം ഈ വെള്ളം എടുത്തേക്ക് ഒഴിഞ്ഞു പോകാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ കരിമലപ്പാലം തോടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഒഴുകി പോകാൻ സാധ്യതയുള്ളൂ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടാക്സി സ്റ്റാൻഡിൻ്റെ സൈഡിലാണ്, ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗത്ത്. പക്ഷേ ഈ ഓടയിലുള്ള ഒരു തുള്ളി വെള്ളം പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ വിഷയം ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി അധികൃതരോട് 4-5 പ്രാവശ്യം കത്ത് കൊടുക്കുകയും രേഖാമൂലം കത്ത് കൊടുക്കുകയും നേരിട്ട് പറഞ്ഞ വിഷയമാണ്. പക്ഷേ ഈ ഓട വൃത്തിയാക്കാത്ത കൊണ്ടാണെന്ന് ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പം വെള്ളം കയറാനുള്ള മെയിൻ കാരണം. ഈ ബസ് സ്റ്റാൻഡിൽ ഏകദേശം 100ഓളം ഷോപ്പുകൾ വെള്ളം കയറിയിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മുഖ്യ പങ്ക് വടകര മുനിസിപ്പാലിറ്റിക്കാണ്. ഈ ഓട വൃത്തിയാക്കാൻ വേണ്ടി പല പ്രാവശ്യവും നിവേദനം കൊടുത്താണ്, നേരിട്ട് പോയി സംസാരിച്ചാണ്. പക്ഷെ അതിന് അധികൃത ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനുള്ള ശക്തമായ പ്രതിഷേധം വ്യാപാര വ്യവസായ ഏകോപന സമിതി ശക്തമായ പ്രതിഷേധം ഇതിൽ അറിയിക്കുകയാണ്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള അഴുക്ക് ചാലാണിത്. ഇത്രയും വെള്ളം പൊങ്ങിയ സ്ഥലത്ത് ഒഴുക്കില്ലാതെ നിലച്ച് പായൽ കയറി കിടക്കുന്ന ഈ അഴുക്ക് ചാലിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാം. ഒഴുക്കില്ല എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഈ പായൽ നിറഞ്ഞിരിക്കുന്നത്. ആരെയും കുറ്റം പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു എന്ന് മാത്രം. അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുവാണ്. ഇവിടെ പായൽ നിറഞ്ഞ അഴുക്ക് ചാലാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പ്രവർത്തിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വലിയൊരു ദുരന്തമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു സൂചനയാണ് ഇതൊക്കെ നൽകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.